അവന്റെ മുഖത്ത് ഇത്രയും സന്തോഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. സന്തോഷം കാണാണ്ടിരിക്കോ? ഡ്രീം പ്രോജക്റ്റിന് ഇൻവെസ്റ്റർ കിട്ടിയ ദിവസല്ലേ? ഈ കൊച്ചിയിൽ ഓരോരുത്തരെത്തുന്നതും ഓരോ ലക്ഷ്യങ്ങളായിട്ടല്ലേ. അതിലൊരാ ലക്ഷ്യത്തിലേക്ക് അടുത്തു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ? ഇനിയിപ്പോ സാംസാർ നമ്മളെയൊക്കെ മറക്കുമായിരിക്കും അല്ലേ? നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? മറക്കും. എപ്പം മറന്നെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ മറക്കത്തൊന്നുമില്ലായിരിക്കും, പക്ഷെ ചുരുങ്ങിയത് ഈ വീട്ടിൽ നിന്ന് താമസമെങ്കിലും മാറുന്നതാണ് എൻ്റെ ഒരു ഇത്. ഏയ്, ചില ബിസിനസ് ടൂറിനൊക്കെ പോവും, പക്ഷെ പെർമനന്റ് ആയിട്ട് അങ്ങനെ വേറെ ഇടത്തേക്കൊന്നും മാറില്ല. നീ അങ്ങനെ കടുപ്പപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. ഒരാളെങ്കിൽ ഒരാൾ കുറഞ്ഞാൽ നന്നായി എന്നാണ് ഇവിടെ പലരുടെയും ചിന്ത. ഞങ്ങൾ ആരും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. DIGയുടെ മാത്രം ചിന്തയത്. ഓ, അവൻ ആദ്യം ഒന്ന് അമ്മിക്കല്ലോ ആട്ടുകല്ലോ ഒക്കെ വിറ്റിട്ട് വലിയ ആളാവട്ടെ, എന്നിട്ട് അവൻ്റെ സൈഡ് പിടിക്കും. എനിക്കിപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ റൈറ്റ്സ് കൊടുത്താൽ വളരെ എളുപ്പം കിട്ടാവുന്നേ ഉള്ളൂ കോടികളൊക്കെ. നീ എന്തായി ആലോചിച്ചിരിക്കണം? അവനാ ക്യാപ്ഷൻ ആലോചിച്ചോണ്ടിരിക്കുക. ഓ, ആ ഹെയർ ഓയിലിന്റെ കൺസെപ്റ്റ് കിട്ടിയോ? തലയിലൊന്നും വരുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചോ? കിട്ടി, പക്ഷെ ഒന്നും കൊള്ളൂല. ലക്കിയുടെ കോൺട്രിബ്യൂഷനാ. ഒരു എഴുത്തുകാരനുണ്ട്, 2 ഇവന്റ് മാനേജേഴ്സ് ഉണ്ട്, ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ട്, എന്നിട്ട് ഒരാൾക്ക് ഒരു ക്യാപ്ഷനെങ്കിലും പറയാനില്ലേ? എടാ, എന്തെങ്കിലും പറഞ്ഞ കാര്യമില്ലല്ലോ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. മണ്ടത്തരായാലും കുഴപ്പമില്ല. ചെറുപ്പം അതിന്നൊരു ഹിണ്ട് കിട്ടിയാലോ? അങ്ങനെയല്ല, ഞാൻ എല്ലാരും കൂടിയാ ഉദ്ദേശിച്ചേ. എല്ലാവരും. അതെ. മുടിയിഴകൾ കാത്തിരിക്കുന്ന എണ്ണ. ശരിയാ, മുടി ഇങ്ങനെ എണ്ണ കാത്തിരിക്കാണല്ലോ. എന്ത് പൊട്ടത്തരമാണെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞിട്ട്. പഴമൊഴികളിൽ ചെറിയ മാറ്റം വരുത്തി ക്യാപ്ഷൻ ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞത്? അതൊന്നായിരിക്കും. അങ്ങനെയാണെ സാധനം സെറ്റാണ്. പറയട്ടെ. ചത്ത് കിടന്നാലും എണ്ണ തേച്ച് കിടക്കണം. നീ എവിടെയാ? ഞാൻ പറഞ്ഞല്ലേ, എന്ത് പണിയലക്കി നീ കാണിക്കണം. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. തന്നെ ഒന്ന് കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. മനോജ് പ്ലീസ്, ഞാനൊരു മീറ്റിംഗിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാം. എനിക്കറിയാലോ, പക്ഷെ തന്നെ ഒന്ന് ഒറ്റ കിട്ടാൻ പാടാന്നറിയുന്നുള്ളണ്ടല്ലോ ഇപ്പൊ സംസാരിക്കാൻ വിചാരിച്ച. എന്താ മനോജിന്റെ പ്രശ്നം? തനിക്കറിയില്ല എൻ്റെ പ്രശ്നം എന്താണെന്ന്. എൻ്റെ ഇഷ്ടം താൻ കമ്പനിയിൽ വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ തുറന്നു പറഞ്ഞതാ. അന്ന് മുതൽ താൻ എൻ്റെ കൂടെ കൂടി കമ്പനിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം എന്നെ അങ്ങോട്ട് ഒഴിവാക്കി. അതൊക്കെ മനോജിന്റെ മനസ്സിൽ വെറുതെ തോന്നണ ഒരേ തോന്നലുകളാ. മനോജ് പ്രപ്പോസ് ചെയ്ത അന്ന് തന്നെ ഞാൻ മനോജിനോട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാന്ന്. പിന്നെ ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് മനോജിന്റെ ജൂനിയർ ആയിട്ടാ. ഓക്കെ, ആസ് എ സീനിയർ ആയിട്ടാണ് താൻ എനിക്ക് ഈ കമ്പനിയിലെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. തന്നെ ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഓ ആയിക്കോട്ടെ, സ്ഥിരം ഡയലോഗ് ഫ്രം ഗേൾസ്. മനസ്സിലായി. പുതിയൊരുത്തനായിട്ട് താമസം തുടങ്ങിയിട്ടല്ലോ. ഏതെങ്കിലും ഒരുത്തനായിട്ടില്ല. എൻ്റെ ബോയ് ഫ്രണ്ട്, പേര് അവിനാഷ്. കുറച്ച് കഴിഞ്ഞാൽ അവന് ഫ്രണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. തൻ്റെ ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു. ഓ, മനസ്സിലായത് പോലില്ല. എന്തൊരു കോലോടത്. കഷ്ടം, അങ്ങനൊരു ചേട്ടനാണല്ലോ താൻ. താനൊക്കെ എങ്ങനെയാണ്? ഹലോ സർ, ഐ എം കമ്മിങ് റൈറ്റ് നൗ. യാ, ഓൾ ദ ബെസ്റ്റ് മൈ ഫ്രണ്ട്. മനോജ്, ഒരാഴ്ചയില്ലെന്നറിയാലോ, ഓഫീസ് നോക്കിക്കോളണം. ആ മീനാക്ഷിക്കും ലക്ഷ്മിക്കും ഞാനൊരു പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേവരെ ചെയ്തിട്ടില്ല. ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഇഫ് യു ഹാപ്പി ഗീവ് ദ നെക്സ്റ്റ് പ്രൊജക്റ്റ്. അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കട്ടെ. ഓക്കെ സർ, ഞാൻ ശ്രദ്ധിച്ചോളാം. 1 week's time. Either you bring good concept or get ready for termination. Okay though. ഓക്കെ സർ. കേട്ടില്ലേ? കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. ഒറ്റ ആഴ്ചത്തെ സമയമുള്ളൂ കോൺസെപ്റ്റിനും നമ്മുടെ കാര്യത്തിനും. താൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്ത ഈ ജോലി ഞാൻ റിസൈൻ ചെയ്യും. ഓക്കെ? അയ്യോ, അങ്ങനെ ചെയ്യില്ലേ.
കമ്പനി പൂട്ടി പോവും, ഞങ്ങളൊക്കെ പട്ടിണിയായി പോവേ. തന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല മനോജ്, താൻ യൂസ്ലെസ് ആണ്. പിന്നെ തന്നോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഇതിന്റെ പേര് ഇഷ്ടമെന്നല്ല. പിന്നെന്താ? പിന്നെ 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 Idiot. Such a